15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഓടും കുതിര ചാടും കുതിര സിനിമയുടെ പ്രൊമോഷൻ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു സുരേഷ് കൃഷ്ണ, കല്യാണി പ്രിയദർശൻ, അൽതാഫ് സലീം. ചേട്ടന് പേര് മറന്നുപോയെന്ന്. വിനയ് ഫോർട്ട്. ഒരു പേര് മാറിപ്പോയതിന്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. ചെറിയ നടുക്കരിക്കുന്ന ഡയറക്ടറുടെ പേര് അൽതാഫ് എന്നുള്ളത് ഞാൻ അൽഫാം എന്നൊന്ന് പറഞ്ഞുപോയി ചെറുതായിട്ട്. അനാർക്കലി മരിക്കാറ് മൂർഖൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ മൂർഖൻ പാമ്പിനെ കഴിവ് ഞങ്ങളൊക്കെ തിരിഞ്ഞോടുകയായിരുന്നു. ചേട്ടാ അതിനെ പിടിക്കാൻ പോയോ? അതെന്തായിരുന്നു? കൺവിൻസ് ചെയ്ത് വേറെ ഒരു ഇതുപോലത്തെ രസകരമായ മറ്റു കഥ എന്താ ചേട്ടൻ ചെയ്തിട്ടുള്ളത്? പിന്നെ അണലി. ഞാൻ നേരത്തെ ഫോൺ വിളിച്ച് ആരാന്ന് വെച്ചപ്പോ ആവാസ് സുരേഷ്. ഗുരുവായൂർ അമ്പലത്തില് ഒരു പ്രസാദം കിട്ടും, ഈ ഗ്ലൂക്കോസ് പൊടി പോലെ ഇരിക്കും. അത് ഞാൻ ഈ പന്തെടുക്കാൻ പോയപ്പോഴത്തേക്കും ഷെൽഫിനകത്ത് ഒരു ഹോർലിക്സ് ബോട്ടലിനകത്ത് ഈ വെളുത്ത പൊടി എന്ന് വായിലെടുത്തിട്ട് ഞാൻ ഇത് മൊത്തം ഇറക്കിയകത്തേക്ക് ഇറക്കിയ ശേഷമാണ് ഇവിടെയൊക്കെ ഒരു ചെറിയ നീറ്റലും പുകച്ചിലും. ഇതെന്തായിരുന്നു അറിയോ? സോഡാക്കാരം. തിരക്ക് ചുറ്റും ഓടുന്നു, അമ്മയും വല്യമ്മയോട് പുറകെ ഓടുന്നു, 5-6 റൗണ്ട്. ഞങ്ങളുടെ വീട്ടിലെല്ലാം ബിസിയാ. ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവരും എൻഗേജ്ഡ് ആണ്. ഒരു പ്രത്യേക ജീവിതല്ലേ. കല്യാണി റൊമാൻസ് ചെയ്യുന്നു, കോമഡി ചെയ്യുന്നു, ആക്ഷൻ ചെയ്യുന്നു. കല്യാണിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോണർ ഏതായിരുന്നു? വീട്ടിലിരിക്കും. കല്യാണി ഇങ്ങനെ വെള്ളം കുടിച്ചാൽ അതിനർത്ഥം ഐ നീഡ് ഹെൽപ്പ് എന്നാണ്. ഇന്റർവ്യൂ കഴിയുമ്പോ അവിടെ ഫോറസ്റ്റിന്റെ ആൾക്കാർ ചാർലി സിനിമയ്ക്കകത്ത് ദുൽഖർ ഒരു കുതിരയുടെ പുറകെ ഇങ്ങനെ ഓടത്തില്ലേ, അന്ന് റണ്ണറപ്പായ കുതിര ഇത്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. ഓടും കുതിര ചാടും കുതിര സിനിമയുടെ പ്രൊമോഷൻ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു സുരേഷ് കൃഷ്ണ, കല്യാണി പ്രിയദർശൻ, അൽതാഫ് സലീം. അയ്യോ, ചേട്ടന് പേര് മറന്നുപോയെന്ന്. വിനയ് ഫോർട്ട്. അതായത് ഇത്തവണ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവും ചേട്ടാ. ഇപ്പൊ എനിക്ക് സെലക്റ്റീവ് അംനേഷ്യ ഉണ്ട്. ഈ ഗർഭമൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. അത് വി എന്നൊക്കെ ആരംഭിക്കുന്ന എല്ലാം കറക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഇതിനു മുൻപ് എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു പേര് മാറിപ്പോയതിന്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. ചെറിയ നടുക്കരിക്കുന്ന ഡയറക്ടറുടെ പേര് അൽതാഫ് എന്നുള്ളത് ഞാൻ അൽഫാം എന്നൊന്ന് പറഞ്ഞുപോയി ചെറുതായിട്ട്. അതിനുശേഷം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടാണെന്നെങ്കിൽ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സാധാരണ സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മള് ഡയറക്ടർ സിനിമ കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വണ്ണം വെക്കും, ഒന്നുകൂടെ പുഷ്ടിപ്പെടും. ഈ ഡയറക്ടർ എന്താ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നേ? അയ്യോ അല്ല, മന്ദാകിനി. അതെ, അപ്പൊ ഇല്ലായിരുന്നോ ഇതിനു മുമ്പൊക്കെ? ചത്ത് ജീവിക്കായിരുന്നു. കാലഘട്ടം മാറി, ഇന്റർവ്യൂവിന്റെ സ്റ്റൈല് മാറി, എന്നിട്ട് ബോഡി ഷേവിംഗ് ആയിട്ട് വന്നു. ചേട്ടാ, ഞാൻ ഈ ബോഡി ഷേവിംഗ് ആയി പരിപാടികൾക്ക് എതിരാണ്. ഈ പുരോഗമനവാദികൾക്ക് ഞാൻ എതിരാണ്. ഇതെന്താ ചേട്ടാ ഈ നെറ്റില് പറ്റിയത്? ചെറുപ്പത്തിലത്തെ ഓരോ വികൃതികൾ ആണോ? അതെന്തായിരുന്നു? ഇതുപോലെ നിഷാന്ത് സാഗറിനോട് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹനോട് പറഞ്ഞു ഏതോ മതിലിൽ വലിഞ്ഞു കയറിയതാന്ന്. ചേട്ടൻ ഞാൻ മൂർഖൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗുരുവായൂർ തറവാട്ടിലെ കുളത്തിലേക്ക് ഇറങ്ങി പോയ സമയത്ത് കാൽ സ്ലിപ്പ് ചെയ്ത്. മൂർഖൻ പാമ്പിനെ പിടിക്കാനായിട്ട് കുളത്തിലിറങ്ങിയോ? കുളത്തിലാണ് ഉണ്ടാവുക. കുളത്തിന്റെ സൈഡിൽ ഈ കൈതച്ചക്കയുടെ കാടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ ടീമുകളുണ്ട്. അപ്പോൾ ഞാനൊരു ഉച്ച നേരത്ത് അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടിടാൻ വേണ്ടി പോയ സമയത്താണ് ഇതിനെ കാണുന്നത്. അപ്പം അങ്ങനെ അതിനൊന്ന് ശ്രമിക്കാൻ വേണ്ടി ബാക്കിലോട്ട് കുറേ പ്രാവശ്യം ഇതിൻ്റെ പുറകോട്ട് പോകുന്നു. ഞാൻ ഈ കുളത്തിൻ്റെ മുകളിൽ നിന്ന് കാൽ സ്ലിപ്പ് ചെയ്ത് താഴെ വന്ന് വീണ് നേരെ ഒരു കല്ലിലേക്ക് ചെന്നിടിച്ച് തല. അന്നുണ്ടായൊരു മാർക്കാണ്. പക്ഷേ ചേട്ടാ, സാധാരണ മൂർഖമാവന്റെ കഴിവ് ഞങ്ങളൊക്കെ തിരിഞ്ഞോടുകയായിരുന്നു. ചേട്ടാ അതിനെ പിടിക്കാൻ പോയോ? മൂർഖമാവനെ കൺവിൻസ് ചെയ്ത് സത്യം മൂർഖമാവനെ നമ്മൾ ഓടി രക്ഷപ്പെട്ടു.
അതെന്തായിരുന്നു ചേട്ടാ? അതൊക്കെ എൻ്റെ ആ വിനോദങ്ങൾ പ്രായത്തിന്റെ തിളപ്പായിരുന്നോ? തിളപ്പായിരിക്കും. എൻ്റെ വിനോദങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. ആരും ചിന്തിക്കാത്ത നാളെ ചില പുതിയ വഴികളിലൂടെയൊക്കെയാണ് ഞാൻ പുതിയ സഞ്ചരിച്ചിട്ടുള്ളത്. റൈറ്റേഴ്സ് ഒക്കെ വിളിച്ചിട്ട് ചേട്ടൻ ഒരു റോൾ ഉണ്ട് മുറുക്കും ചേട്ടനാണെങ്കിൽ ധൈര്യപൂർവ്വം ചെയ്യൂലോ. ഇത് എത്ര വയസ്സിലായിരുന്നു? ഇത് കഴിഞ്ഞ ആഴ്ച സത്യം കേട്ടോ, അവരെ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ ഞാനിത് കണ്ടില്ല. ഏയ് പണ്ടേ ഉള്ളത്. ആണ് ഒരു 40 വർഷം പുറകോട്ട്. 40 ഒരു എന്നിട്ട് വയസ്സ് ഊഹിക്കാനുണ്ടോ? 5-ലോ 6-ലോ പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കും. 10 വയസ്സുള്ളപ്പോ ചെയ്ത കാര്യം. അങ്ങനെ സാധാരണ നമ്മളൊരു മുറിഞ്ഞൊക്കെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും എല്ലാരും സമാധാനിപ്പിക്കട്ടെ മോനെ കരയണ്ടെന്ന്. മൂർഖമാമനെ പിടിക്കാനെന്ന് പറഞ്ഞാൽ രണ്ടടി കൂടുതൽ കിട്ടില്ല. രണ്ടെന്നല്ല, അതിലധികം അടി കിട്ടിയിട്ടുണ്ട്. ആണോ? ഓ, മുറിവും അടി എല്ലാം കൂടെ അടി ദിവസം അടി കിട്ടാനുള്ള എന്തെങ്കിലും ഒപ്പിക്കുമായിരുന്നു ഞാൻ. എന്തെങ്കിലും ഉറക്കം വരില്ല, അങ്ങനത്തെ സൈസ് സാധനങ്ങളായിരുന്നു. ചേട്ടന്റെ മനസ്സിൽ വളരെ നല്ല ബാല്യകാലം. കറക്റ്റ് അതല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എന്തെങ്കിലും കഥയുണ്ടോ? അത് എനിക്കുമില്ല. ചേട്ടൻ പറയട്ടെ, വേറെ ഒരു ഇതുപോലത്തെ ഒരു രസകരമായ മറ്റൊരു കഥ എന്താ ചേട്ടൻ ചെയ്തിട്ടുള്ളത്? പിന്നാണല്ലി പാമ്പ് മാത്രമല്ല, പാമ്പ് മാത്രമല്ല, ഞാൻ നേരത്തെ ഫോൺ വിളിച്ച് ആരാന്ന് വെച്ചപ്പോ ആവാ സുരേഷ്. ബാബാ സുരേഷ് കളിക്കാൻ വിളിക്കാറുണ്ട്. ചില പാമ്പിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു പുള്ളി കൊടുക്കും. ചോദിക്കുന്നത് എങ്ങനെ പിടിക്കണത്? പക്ഷെ ചേട്ടന്റെ ആ ഒരു സീരിയസ് ലുക്കും ആ സംസാരത്തിന്റെ ആ ഒരു ബാസും ഒക്കെ കേട്ടാൽ നമ്മൾ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇതുപോലെ വേറെ ചെയ്ത കാര്യം എന്തായിരുന്നു ചേട്ടാ? ഒരു ചെറുത് പറയാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ പറമ്പിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് അമ്മയും വല്യമ്മയൊക്കെ ഉറക്ക സമയമാണ്. പന്ത് തെറിച്ച് കിച്ചണിലേക്ക് ചെന്ന് വീഴുന്നു. പന്തെടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നു. ഗുരുവായൂരാണ് എൻ്റെ വീട്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പ്രസാദം കിട്ടും. ഈ ഗ്ലൂക്കോസ് പൊടി പോലെ ഇരിക്കും. അത് സെയിം അങ്ങനത്തെ തന്നെ പഞ്ചസാര പൊടിയാണത്. അപ്പോൾ എനിക്ക് ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടും, കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പന്തെടുക്കാൻ പോയപ്പോഴത്തേക്കും ഷെൽഫിനകത്ത് ഒരു ഹോർലിക്സ് ബോട്ടലിനകത്ത് ഈ വെളുത്ത പൊടി ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആഹാ ഇത് എനിക്ക് തരാണ്ട് ഇവർ വെളുപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറെ വലിയൊരു സ്പൂൺ എടുക്കുന്നു, കുപ്പി തുറക്കുന്നു. ഈ സ്പൂണിൽ ഒരു 4 സ്പൂൺ പൊട്ടന്ന് വായിലെടുത്തിട്ട് ഞാൻ ഈ ഗ്ലൂക്കോസ് വായിലിടുമ്പോൾ തന്നെ അപ്പം തന്നെ അതിൻ്റെ സ്വീറ്റ്നസ് കിട്ടില്ല, ഒരു ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ആ ടൈം എടുത്ത് മൊത്തം ഇറക്കിയത്തേക്ക് ഇറക്കിയ ശേഷമാണ് ഇവിടെയൊക്കെ ഒരു ചെറിയ നീറ്റലും പുകച്ചിലും. ഇതെന്തായിരുന്നു അറിയോ? അല്ല, സോഡാക്കാരം. മാവിലിടുന്ന മാവരയ്ക്കുമ്പോൾ ഇടുന്ന സോഡാക്കാരോ. ഇത് മൊത്തം അകത്ത് കയറി നീറി വേവാൻ തുടങ്ങി. അകത്ത് കിടന്നിട്ട് തിരക്ക് ചുറ്റും ഓടുന്നു. അമ്മയും വല്യമ്മയോട് പുറകെ ഓടുന്നു. 5-6 റൗണ്ട്. അങ്ങനെ പിടിച്ച അടിയോടടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ആദ്യം 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പായൽ. അതാണ് എൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ആദ്യം. പിന്നെ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇനിമേറ്റിലും പരിപാടി. മൊത്തത്തിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം ബിസിയാണ്. ഞാനുണ്ടെങ്കിൽ എല്ലാവരും എൻഗേജ്ഡാണ്. എന്നും അടികിട്ടി വളർന്ന ഒരു ഭാര്യയായിരുന്നല്ലേ? അടിയോടടിയായിരുന്നു, അടിയോടി. ചേട്ടനെ ഇതിന്റെയൊക്കെ എന്തായാലും ചേട്ടൻ അടുത്ത തലമുറ ചെയ്യുന്നുണ്ടോ ഇതുപോലത്തെ ഇതിന് സമാനമായ കാര്യങ്ങളൊക്കെ? ചേട്ടന്റെ മക്കളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല, എൻ്റെ ആ ഒരു പാരമ്പര്യം എൻ്റെ മക്കൾ ഇല്ല അല്ലേ? കല്യാണിക്കുണ്ടോ ഇതുപോലത്തെ രസകരമായ അനുഭവങ്ങൾ? ഇല്ല, എന്റെ ചൈൽഡ്ഹുഡ് ഭയങ്കര കാമും കൺട്രോൾഡും ആയിരുന്നു. സോ ഇല്ല, അങ്ങനത്തെ സ്റ്റോറീസ് ഒന്നും. പഠിപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്ക് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകളൊന്നുമില്ല. ഭയങ്കര പഠിപ്പിസ്റ്റ് ആയിരുന്നു. ഇത് കല്യാണം പറഞ്ഞാൽ വിശ്വസിക്കും. അതാണ് ചേട്ടാ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾക്ക് ഒരു വാല്യൂ ഇല്ല. ആ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. കല്യാണി റൊമാൻസ് ചെയ്യുന്നു, കോമഡി ചെയ്യുന്നു, ആക്ഷൻ ചെയ്യുന്നു, എല്ലാ ജോണേഴ്സും കല്യാണി പിടിക്കുന്നില്ലേ? കല്യാണിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോണർ ഏതായിരുന്നു? വീട്ടിലിരിക്കും. ശരിക്കും പറഞ്ഞ അതാണ്. ആണ്. കല്യാണിനെ ആൻസർ പറഞ്ഞ് സഹായിക്കാന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നോ ഇന്റർവ്യൂല് വരണേന് മുന്നേ? എല്ലാവരും വാക്ക് കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് എന്താണെന്നറിയോ? ഇൻട്രസ്റ്റിംഗ് ആണ്. കല്യാണി ഇങ്ങനെ കുടിച്ചാൽ അതിനർത്ഥം ഐ നീഡ് ഹെൽപ്പ് എന്നാണ്. അത് എല്ലാവരോടും ഈ കുപ്പി കൊണ്ടുവന്നതിന്റെ ഞങ്ങൾക്ക് ഒരു കോഡ് ലാംഗ്വേജ് ഉണ്ടെന്നൊക്കെ. അതായിരുന്നടാ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഹ്യൂമറാ. അത് എന്റെ ചോയ്സസ് നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
കോമിക് ടൈമിംഗ് എന്ന് പറയുന്നത് തന്നെ ജനറലി ഒരു ട്രിക്കി സംഭവമാണ്. Correct. And ഈ സിനിമയിൽ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം അൽത്താഫ്കയുടെ ഈ ക്വർക്കി കോമഡി അത് അൽത്താഫ്ക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വരും. പക്ഷെ എനിക്കത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. പക്ഷെ ഇവരെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും പറയും കോമഡി ഒരിക്കലും ഒരു സോളോ പെർഫോമൻസ് അല്ല. ബേസിക്കലി അതിനൊരു റിതം ഉണ്ട്. ആൻഡ് ആ റിതം സീൻ ചെയ്യുന്ന എല്ലാവരുടെയും എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബേസിക്കലി അതൊരു കളക്റ്റീവ് കെമിസ്ട്രിയാണ്. ആൻഡ് ഞാൻ അതിൽ ഭയങ്കര ലക്കി ആയിരുന്നു. കാരണം ചുറ്റും എല്ലാം ബ്രില്യൻറ്റ് ആക്ടേഴ്സാണ്. ആൻഡ് അവരുടെ ടൈമിംഗ് ഒക്കെ അപാരമാണ്. സോ ഞാൻ അവരുടെ ഒരു റിതം പിടിച്ച് ആ വേവിന്റെ ഒരു പാട്ടാവാനാണ് ശ്രമിച്ചത്. ഇവരുടെ ആരുടെ കൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തത്? മെയിനായിട്ട് ഫഹദിന്റെ കൂടെ തന്നെ കോമ്പിനേഷൻ ആണ്. ഫഹദ് എവിടെ? അൽത്താഫെ ഫഹദ് എവിടെ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് എവിടെയായിരുന്നു. സംവിധായകൻ ഉത്തരം നൽകും. വീണയുടെ പേര് കേട്ടപ്പോ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഫഹദ് അപൂർവം നൽകിയിട്ടുള്ള 4-5 ഇന്റർവ്യൂസിൽ ഒരെണ്ണം എന്റെ കൂടെയാണ്. അതും സിംഗിൾ ഇന്റർവ്യൂ. അല്ല അന്ന് നിർത്തിയതാണ്. ഇന്റർവ്യൂ വരാനല്ലേ? അതോടുകൂടി നിർത്തി. ഏകദേശം ശരിയാട്ടോ, ശരിയാ കുറച്ചൊക്കെ. വാഴയിൽ നിന്ന് ഓടുകുതിര ചാടുകുതിരയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തോ? രണ്ട് വ്യത്യസ്ത ഡയറക്ടേഴ്സ്, 2 വ്യത്യസ്ത തീംസ്, എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? നല്ല വ്യത്യാസമുണ്ട്. കാരണം അതിലെ കഥാപാത്രവും കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തു. മേക്കപ്പ് വേറെ അവനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു മിണ്ടാനേ ഇല്ല കേട്ടോ, കഞ്ഞി പിടിച്ച പോലെ ഇരിക്കില്ല. പക്ഷെ എല്ലാവരോടുള്ള ചോദ്യത്തിനുണ്ടല്ലോ എല്ലാവർക്കും ഉത്തരവുണ്ട്. ഇതില് വാഴയില്ല, വാഴയില് കുതിരയില്ല. വാ. അതാണ് വ്യത്യാസം പറയുന്നത് അല്ലേ? കോസ്റ്റ്യൂമിലുള്ള ചേഞ്ച്, പിന്നെ ഡയലോഗിലുള്ള ചേഞ്ച് വേറെ എന്തായിരുന്നു? പെർഫോമൻസ് സെയിം ആയിരുന്നു. ഫുഡ് കുറച്ച് ബെറ്റർ ഇവിടെ ആയിരുന്നു. ഫുഡ് കുറച്ച് ബെറ്റർ. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ആണല്ലേ? അതിനുശേഷം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സംവിധായകൻ എന്നുള്ള നിലയിൽ. കാരണം നമ്മൾ ഭയങ്കര ചില്ല് ചെയ്ത് കുറെ കാലമായിട്ട് സിനിമയൊക്കെ അഭിനയിച്ചൊക്കെ അടുക്കല്ലായിരുന്നു. ടെൻഷൻ എന്നെ കണ്ട ഓടും. ടെൻഷൻ എന്നെ കണ്ട ഓടും. ടെൻഷൻ അല്ല, എന്നാൽ അത് കഴിഞ്ഞിട്ട് സിനിമ അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ഭയങ്കര ഈസി പ്രോസസ് ആണല്ലോ. സംവിധാനം എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റീസുകളല്ലേ. അപ്പോൾ ഭയങ്കര പ്രഷറും സ്ട്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നും കറക്റ്റ് ആട്ടോ. ടെൻഷൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഞാൻ അങ്ങനെ നാച്ചുറലി എനിക്ക് വരില്ല. അത് എന്തോ പ്രശ്നം. ഭാഗ്യവാൻ. എനിക്കൊക്കെ എന്തായാലും സത്യം, ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ അവിടെ ആരെങ്കിലും പറയണ കേട്ടാലേ ഞാൻ ടെൻഷൻ അടിച്ചു തുടങ്ങും. ബോഡി വെയിറ്റ് കുറച്ചാൽ മതി ചേട്ടാ. 7 മാസം ഗർഭിണി കേട്ടാ, അതുകൊണ്ട് ബോഡിക്ക് അത്രേ പറ്റത്തുള്ളൂ. അതെ. അപ്പൊ ചേട്ടൻ നന്നായിട്ട് എടുക്കുന്നുണ്ടോ? പിന്നെ ഉണ്ടല്ലേ? നല്ല സ്ട്രെസ് എടുക്കും ഞാൻ. അങ്ങനെ സിനിമയ്ക്ക് ഞാൻ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളാ ഞാൻ. അത്ര ഉറങ്ങുള്ളൂ? ആ മൂർഖനെ പിടിക്കാതെ ഇനി ഉറങ്ങൂലെന്ന് ശബ്ദം ചെയ്തിട്ടുണ്ട്. അതിനെ പിടിച്ചാലേ ഉറങ്ങുള്ളൂ. രാത്രി മുഴുവൻ സ്വപ്നത്തിൽ മൂർഖനാണ്. പക്ഷെ വിഘ്നേഷ് ചേട്ടന്റെ കയ്യിലോ അങ്ങനത്തെ എന്തൊരു സാധനം ഉണ്ടാവും? ഇതുപോലെ മൂർഖനെ പിടിക്കാൻ പോയി അലക്കുകാരെടുത്ത് തിന്ന ഇങ്ങനെയൊക്കെയുള്ള എന്തായാലും അലക്കിയിട്ടുണ്ടാവും. ഇന്റർവ്യൂ കഴിയുമ്പോ അവിടെ ഫോറസ്റ്റിന്റെ ആൾക്കാർ സത്യം പറടാ മൊത്തം മീഡിയ ഒക്കെ എന്താ ചേട്ടന്റെ സ്വഭാവം കൊണ്ട് ഞാൻ വീണെന്നെ പോലെ ചിന്തിക്കുന്നതാണ്. മൂർഖനെ ഞാൻ അറിയും ഓടും. ഞാൻ അതിനെ പതുകി പോകില്ല ഞാൻ. ആണല്ലേ? ചേട്ടന് ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ. കാരണം നമുക്ക് കേട്ടില്ലേ, എല്ലാവരും തിരിഞ്ഞോടുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് മൂർഖന്റെ പുറകെ പോയി നെറ്റിയിൽ ഒരു വലിയ മുറിവ് പറയുമ്പോ ഭയങ്കര ഗമയുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കുന്നേ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സുരേഷ് ചേട്ടന്റെ ഫാമിലി, നമ്മളിപ്പോ കൊച്ചുങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ആ ഗ്യാപ്പിലിട്ട് അടിക്കുമായിരുന്നു തോന്നുന്നു. പിന്നെ മൂർഖനെ പിടിക്കാൻ ഓടി കഴിഞ്ഞാൽ ഞാനാണെങ്കിലും കൊടുക്കരേട്ടണം. എടോ അവിടെ വീണു, കൊച്ചിന്റെ തല പൊട്ടി, പിന്നെ ആ കൊച്ചിനെ തല്ലാൻ പോവാണോ? പിന്നെ അല്ലാതെ ആ മൂർഖനെ തിരിച്ചു നിന്നൊന്ന് കടിച്ചിരുന്നെങ്കിലോ? അല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ അബദ്ധങ്ങളും വീട്ടിൽ പോയി പറയും. ഓ അത് ശരിയാ. എല്ലാ ദിവസവും പല്ല് ചോദിച്ചു വാങ്ങിക്കുന്നതാ. കേട്ടല്ലോ. അല്ലെങ്കിൽ അവരറിയില്ലല്ലോ ഇത്. എന്ന് പറയും. അപ്പൊ പാമ്പിന്റെ ഡിസൈൻ ഒക്കെ കാണിച്ചു കൊടുക്കും. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ മൂർഖൻ എന്ന് പറയുന്നത് അങ്ങനെ മൂക്കിന്റെ ഇതിലൊക്കെ ഉണ്ടാവില്ലേ, കണ്ണിങ്ങനെ ഉണ്ടാവില്ലോ, അത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരിങ്ങനെ എൻ്റെ അത് മൂർഖനല്ലടാ. നമുക്കെന്ത് മൂർഖൻ. അത് തന്നെ, നമുക്കെന്ത് മൂർഖൻ, നമുക്കെന്ത് നീർക്കോലിയല്ലേ ചേട്ടാ. ഞാൻ കൊറേ പാമ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഷൂട്ടിന്റെ ഇടയിലൊക്കെ പോയി സൂയില് മൂർഖനെ കണ്ടിട്ട്
ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയായിരുന്നു ആക്ച്വലി? ഷൂട്ടിംഗ് എറണാകുളം, ബാംഗ്ലൂർ. അവിടെ പാമ്പുണ്ടായിരുന്നില്ല. കുതിരയ്ക്ക് വരെ നമ്മൾ വേറൊരു മൃഗമായിരുന്നെങ്കിൽ ഇത് എന്താകുമായിരുന്നു? അത് പറയാവോ ചേട്ടാ? വേറെ പടമായി മാറും. അങ്ങനെയാണ് ചേട്ടന് ഇതിന് ചെറിയ രീതിയിലൊരു ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുതിരയ്ക്ക് വരെ ചേട്ടൻ ഏത് മൃഗത്തെ കൊണ്ടുവരുമായിരുന്നു? കുതിരയ്ക്ക് പകരം കുതിര തന്നെ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അത് കുതിരയായിരുന്നോ പ്രണയമായിരുന്നോ? കുതിരയോടുള്ള പ്രണയമായിരുന്നോ സിനിമയിൽ മുഴച്ചു നിന്നത്? ഈ കൊച്ചിനെ ആരെങ്കിലും പിടിച്ചിട്ട് പോയേ? അല്ല കല്യാണി ഈ ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞു തന്നതിലില്ലായിരുന്നു. അങ്ങനെ ഡയറക്ടർ പറയും കുതിരയായിരുന്നോ പ്രണയമായിരുന്നോ? കുതിരയോടുള്ള പ്രണയമായിരുന്നോ സിനിമയിൽ കൂടുതലുള്ളത്? പ്രണയമാണ്. കുതിര അതിന്റെ ഒരു ഭാഗം. പിന്നെ ചേട്ടാ ചേട്ടനെ പേര് ഓർമ്മ വന്നു. ഈ ചേട്ടൻ എനിക്ക് പ്രസ് മീറ്റിന് വന്നിരുന്നിട്ട്, അല്ല പ്രസ് മീറ്റ് അല്ല, വെറുതെ ഇങ്ങനെ റെഡ് കാർപ്പറ്റിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ വെറുതെ സിനിമ കാണാൻ വന്നതാ, സംശയ സിനിമ. അതിനിടയ്ക്ക് ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയെ കണ്ടുവന്നു. എല്ലാവരും അത് തന്നെ ക്യാപ്ഷൻ എടുത്തിട്ട് എന്നെ പരമാവധി വെച്ചിട്ടുണ്ട്. ചേട്ടന് സത്യം അറിയോ, ധ്യാൻ ശ്രീനിവാസൻ എന്നെ കൊണ്ടാ ജീവിക്കുന്നത് അല്ലേ? ആ അതാണ്. എനിവേ ഓടും കുതിര ചാടും കുതിരയിലെ സ്വന്തം പേര് സ്വന്തമായിട്ട് തന്നെ ഇടാൻ സാധിച്ച ഭാഗ്യവാനാണ് അനുരാജ്. അതെന്തായിരുന്നു? സംവിധായകനോട് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നോ? ഇല്ല, ആളെ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ അത്രയും അത് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നോ? മടിയല്ലേ, നിനക്കറിയാലോ. എന്റെ മാത്രമല്ല, വേറെയും കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേരൊക്കെ ഓൺ പേര് തന്നെയാണ്. ആണോ? വിനയ് ഫോർട്ടിന്റെ പേര് അങ്ങനെ തന്നെ ഇട്ടിരുന്നോ? നടപടിയാവൂല. ഞാൻ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതുകൊണ്ട് ആ പേര് പറ്റില്ല. പറ്റൂല. ആണോ? സുരേഷ് ചേട്ടന്റെ പേരെന്തായിട്ടെ? സുധീഷ്. ചെറിയ വ്യത്യാസം. കല്യാണി എബിയോടുള്ള പ്രണയം എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണി? ആണ്. ഫഹദിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്ക് എല്ലാവരോടും ചോദിക്കുന്ന കാര്യമാണ്, ഫഹദിന്റെ കണ്ണിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ അഭിനയം മറന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ആക്ച്വലി ഇതിന്റെ തൊട്ട് മുന്നേ ചെയ്ത ഇന്റർവ്യൂസിൽ അവർ ചോദിച്ചിരുന്നു, വാട്ട് കെൻ ഇഫ് യു ഹാഡ് ടു സ്വാപ്പ് സംതിങ് വിത്ത് ഫഹദ് വാട്ട് വുഡ് ഇറ്റ് ബി എന്ന്. ഞാൻ ആൻസറാണ് പറഞ്ഞത്, കണ്ണ് അല്ലേ? ശരിക്കും അങ്ങനെ എന്തായിരുന്നു? കണ്ണിനോക്കി നോക്കിയപ്പോ ഇന്റൻസിറ്റി ആണോ റൊമാൻസ് ആണോ എന്തായിരുന്നു? കണ്ണിക്കേടില്ലായിരുന്നു. എന്താ കേട്ടില്ല? കണ്ണിക്കേടില്ലായിരുന്നു. ഫ്ലാസ്കിലെ ഭയങ്കര ഗമ്മയുള്ള ആ ജഡ്ജിൽ നിന്ന് ഈ നമ്മുടെ ഓടും കുതിര ചാടും കുതിരയിൽ നിന്ന് ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾ തൊപ്പി വെച്ച ആളായിട്ടാണ് കാണുന്നത്. എന്തായിരുന്നു ചേട്ടനുണ്ടായൊരു വ്യത്യാസം? ഇതിനകത്ത് മിക്കവാറും ആൾക്കാർക്ക് ചെറിയൊരു പിരി കുറവുള്ള. അതെ, വീണക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത് അങ്ങനത്തെ ഒരു ഇച്ചിരി പിരി കുറവുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തെ ഒരു ക്യാരക്ടറൈസേഷനാണ് അൽത്താഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് എന്നൊക്കെ വിളിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉള്ളിലൊരു ടെൻഷൻ വന്നായിരുന്നു രാജ്? അൽത്താഫിക്കാണ് ആദ്യം വിളിച്ചത്. ഓ, അപ്പൊ പിന്നെ പേടിക്കണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷന്റെ ഇത് ബാനറിലാണെന്ന് അറിഞ്ഞത്. അല്ല, രണ്ടും ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ. അവരും എല്ലാ ഹിറ്റ് സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ബാനർ. പിന്നെ ഞണ്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. എന്നെയാണ് മോൻ അൽത്താഫിക്ക, അതായത് ഫാദിക്കക്ക് ശേഷം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിനും. എന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫഹദിക്കയ്ക്ക് ശേഷം കാസ്റ്റ് ചെയ്ത ഇക്കയാണോ ഈ ഇക്ക? അങ്ങനെ അല്ല, ഞാൻ ചോദിക്കുന്നല്ലേ, ഉറപ്പാണോ എന്ന്. അല്ല, വേറെ ആളുടെ മനസ്സിലുണ്ടായിരുന്നു. നേരിട്ട് പോയി സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് അപ്പൊ ഞാനൊരു സിനിമയും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 4 പടം ഞാൻ ചെയ്തു. പക്ഷെ അത് ഏറ്റവും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഇത് വന്ന്. അതുകൊണ്ട് എനിക്ക് ഈ പടം ഒരു ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷെ അൽത്താഫ്, ഞങ്ങൾ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഓടുകുതിര ചാടുകുതിര. നമ്മൾ ഇറങ്ങുന്നു. നമ്മളുടെ തന്നെ ഇന്റർവ്യൂസിൽ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അടുത്ത സിനിമ ഫഹദിന്റെ കൂടെ ഡയറക്ഷൻ ആണ് അല്ലേ? പക്ഷെ എന്നിട്ട് എന്ത് പറ്റി, എന്റെ ഇത്ര വൈകി വരാൻ? ടെക്നിക്കൽ ഡേറ്റ്സിന്റെ പല കാരണങ്ങൾ കൊണ്ടും ഒത്തിരി ഷെഡ്യൂൾ ബ്രേക്ക് വന്നിട്ടുള്ള ഒരു സിനിമയാണത്. മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഡേറ്റ് നമുക്ക് കൊടുക്കണം, കുറച്ച് ഡേറ്റ് അവർക്ക് കൊടുക്കണം. അങ്ങനെ ഇപ്പൊ ബ്രേക്കിന്റെ ആവശ്യം വന്നു. അതാണ് സത്യസന്ധമായി. നായകൻ തമിഴും തെലുങ്കും അവിടെയൊക്കെ ഓടി നടക്കുന്ന ആളാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്കെയിൽ വൈസും സ്ക്രിപ്റ്റ് വൈസും ഒക്കെ ഇത് കുറച്ചധികം ഡേറ്റ്സ്, നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ട്രailer കാണുമ്പോ വലിപ്പം ഫീൽ ചെയ്യുന്നില്ലേ? ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ആ ഉടുപ്പ് തന്നെ കിട്ടാൻ എന്ത് പാടായിരിക്കും അല്ലേ? ആ ഡ്രസ്സുകളെ നിങ്ങളൊക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സുകൾ തന്നെ അതുപോലത്തെ എല്ലാവർക്കും കണ്ടുപിടിച്ചോണ്ട് വരിക എന്നൊക്കെ പറയുന്നത് തന്നെ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, യുനോ. ഐ അണ്ടർസ്റ്റാൻഡ്.
വേണ്ട, ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇനി ഇത് അല്ല, ഈ വിനയ് ഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് 2 എക്സ്ട്രീം തരത്തിലുള്ള സിനിമകളാണ്. ആടാ, ഒന്നുകിൽ നമ്മൾ മറ്റേ അവാർഡ് പടം, ആ ഒരു ജോണർ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര കോമഡി പടം. വിനയ് ഫോർട്ട് ഇതിൽ ഏത് കൊമേഴ്ഷ്യൽ പടങ്ങളാണോ അവാർഡ് പടങ്ങളാണോ എൻജോയ് ചെയ്യാറുള്ളത്? സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതാണ് വലിയ ബ്ലെസ്സിങ് ആണ്. അഭിനയിക്കുക എന്ന് പറയുന്ന ബ്ലെസ്സിങ് ആണ്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഈ ഒരു 99% സിനിമകളും ഞാൻ ആ ഒരു അത്ര ഗ്രേറ്റ്ഫുൾ ആയി തന്നെ ചെയ്തിട്ടുള്ള രണ്ട് തരത്തിലാണ്. അരി വാങ്ങണമെങ്കിൽ ഇങ്ങനത്തെ പടത്തിൽ അഭിനയിക്കണം. മറ്റേത് ഗോതമ്പും മൈദ, വേറെ മൈദ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആ രീതിയിൽ തന്നെ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ട് അരിയാണ് നമുക്ക് താല്പര്യം അല്ലേ? അൾട്ടിമേറ്റ്ലി കമേഴ്ഷ്യൽസിന് ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ബൈ പ്രൊഫഷൻ ആക്ടറായിട്ട് നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരുപാട് ദിവസം തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ ചെയ്താൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പോപ്പുലാരിറ്റി വേണമെങ്കിൽ ഇതേപോലെ വലിയ കമേഴ്ഷ്യൽ സിനിമകൾ നമുക്ക് അഭിനയിക്കാൻ വരണം. സാറ്റിസ്ഫാക്ഷൻ രണ്ട് തരത്തിലാണ്. സുരേഷ് ഏട്ടൻ പണ്ട് 2-3 ഇന്റർവ്യൂവിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ വളരെ സെലക്റ്റീവ് ആയിട്ട് സിനിമ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ആളല്ലെന്ന്. പിന്നെ കൂടെ ഇരുന്നവരൊക്കെ പറഞ്ഞു ചേട്ടൻ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് സിനിമ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. ചേട്ടൻ എന്തായിരുന്നു ഈ ഓടും കുതിര ചാടും കുതിര ചെയ്യാമെന്ന് തീരുമാനിച്ച കാര്യം? ബേസിക്കലി ഞാൻ ഈ അൽത്താഫിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു ഫാനാണ് ഞാൻ. ഞണ്ടുകളുടെ നാടൊക്കെ ഞാനൊക്കെ ടി വിയിൽ എപ്പോൾ കണ്ടാലും കാണുന്ന ഒരാളാണ് ഞാൻ. അത്രയും ഹെവി സബ്ജക്റ്റിനെ അത്ര ലൈറ്ററാക്കി ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ പുതിയ പടം ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് ന്യൂസൊക്കെ നമുക്ക് അറിയുന്നുണ്ടല്ലോ. ബട്ട് എന്നെ അങ്ങ് വിളിക്കാൻ ചാൻസ് ഒന്നുമില്ല, കാരണം വേറെ സ്റ്റൈൽ ഓഫ് ഗ്രൂപ്പായിരിക്കും അത് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്നെ ആഷിഖ് ഉസ്മാൻ വിളിക്കുന്നു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ചേട്ടനകത്തൊരു വേഷം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. സോ ഹാപ്പി. പിന്നെ അൽത്താഫിനെ വിളിക്കുന്നു, എന്താണ് ക്യാരക്ടർ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെയാണ് ഇതിലേക്ക്. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെ ഒരു തോന്നൽ നമുക്കില്ല. അതില്ല, എന്ത് കിട്ടിയാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും കാലമായിട്ട് ഇതിനകത്ത് നമ്മളിങ്ങനെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു അവസരമാണത്. കല്യാണിയെ 4 വർഷം മുമ്പ് വരണേ ആവശ്യമുണ്ട് ആ സമയത്ത് കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടി ചപ്പിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇത് ഓരോ ദിവസം കൂടുന്നവരും ചെറുതായി വരുന്നത് എങ്ങനെയാ? അത് അങ്ങനെയൊന്നുമല്ല. ഇത് ഐ തിങ്ക് മേ ബി ഇപ്പോൾ അല്ല, ആന്റണിക്ക് ട്രെയിൻ ചെയ്തു, പിന്നെ ലോകിക്ക് ട്രെയിൻ ചെയ്തപ്പോൾ മേ ബി കുറച്ച് മസിലൊക്കെ ഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എൻജോയ് ചെയ്യുന്നോ അതോ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണോ എൻജോയ് ചെയ്യുന്നത്? അതായത് ഇങ്ങനെ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണോ അതോ കുറച്ച് ചില്ലായിട്ടുള്ള ഒരു ഐ ഡോണ്ട് കെയർ ഭക്ഷണം കഴിക്കുന്ന ലൈഫാണോ എൻജോയ് ചെയ്യുന്നത്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. സോ എങ്ങനെയായിരുന്നു കല്യാണി ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു കോംബോ മനസ്സിലേക്ക് വന്നത്? ആരെങ്കിലും പറഞ്ഞാണോ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, അതോ സ്വന്തമായി തോന്നിയതായിരുന്നു? അവരെ കിട്ടിയുള്ളൂ. അതെ, അവരെ രണ്ടുപേരെ കിട്ടിയുള്ളൂ, ഒരു തിരക്കില്ലാത്ത 2 ആൾക്കാരും. ഇല്ല, ആ ഒരു സിനിമയുടെ കഥാപാത്രത്തിന് ജസ്റ്റിഫൈ ചെയ്യണ 2 പേര് വേണമായിരുന്നു. ഫഹദ് ഓൾറെഡി കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ കല്യാണി വന്നതിന് കറക്റ്റ് ആയിരിക്കും. കാരണം ഹാഫ് മലയാളമാണ് കല്യാണിയുടെ ലാംഗ്വേജ് പ്രശ്നം. അപ്പോൾ ഹാഫ് ഒരു നോർത്ത് ഇന്ത്യൻ എന്നൊക്കെ ഉള്ളൊരു ഇതുള്ള കാരണം കല്യാണി വന്നാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യൂട്ട്നെസ് കൊറിയൻ ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ കല്യാണി വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നി. ഏതായാലും ഓടും കുതിര ചാടും കുതിര തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ റൊമാൻറ്റിക് കോമഡി സിനിമയാണ്, ചിരിക്കാം, അത് നമ്മൾ ഗ്യാരണ്ടി തരുന്നു. പിന്നെ ഓണം മൂഡ് കറക്റ്റായിട്ട് കിട്ടും. അപ്പുറത്തിൽ പൂക്കളം പോലെ ഒരു കളർഫുൾ സിനിമയാണ്. അപ്പം അത് എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഇതൊരു ഭീകരമായിട്ടുള്ള ഫൺ ഒരു മൂവി ആയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് എല്ലാ പടത്തിനും പറയുന്നതാണ് ഇങ്ങനത്തെ പടം വരുമ്പോണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് നമ്മൾ. പക്ഷേ ഇതിലത്തെ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ അധികം കാണാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അത് 100% ഷുവറാണ്. പിന്നെ ഒരു കളർഫുൾ മൂവി ആയിരിക്കും. ഒരു ഫുൾ ഫാമിലി പോയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു മൂവി ആയിരിക്കും. സംശയം പോലത്തെ സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയിൽ ഇങ്ങനെ വരുമ്പോൾ വളരെ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ കരിയറിൻ്റെ ഒരു പോയിന്റിൽ ഇതേപോലെ ഒരുപാട് ആളുകൾ കാണാൻ സാധ്യതയുള്ള
വലിയ ഒരു മലയാള സിനിമയുടെ ഭാഗമാകണം, അതിലൊരു നല്ല വേഷം ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് അൽത്താഫിന്റെ ഈ കോള് വരുന്നത്. അപ്പോൾ അത് ഈ സിനിമ ഓണത്തിന് വരുന്നു എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം. കാര്യം ഒരു ഭയങ്കര സെലിബ്രേഷൻ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ ടെൻഷനോ ഭയങ്കര ചിന്തിക്കേണ്ടതായിട്ടൊന്നുള്ള ഒന്നുമില്ല. നമ്മൾ സിനിമയിൽ വരുന്നു, അൽത്താഫ് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്, നല്ല കളർഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്ന, ഒരുപാട് ചിരിക്കാനും റൊമാൻറ്റിക്കും അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം കുറച്ച് ഇമോഷണൽ ഏരിയയൊക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സെലിബ്രേഷൻ മൂവിയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. ഈ പടം കുതിര നിർത്താണ്ട് ഓടണം. എന്നായിരിക്കും വിനയ് ഫോർട്ടിനെ പോലെ താടിയൊക്കെ വെച്ചുള്ള ഒരു അൽത്താഫിനെ കാണാൻ സാധിക്കുക? അപ്പൊ ഫീൽഡ് ഔട്ട് ആയി പോകും, ഇത് വളർന്നു വരുമ്പോഴേ എപ്പോ താടിയൊക്കെ വെച്ചിട്ട് ഒന്ന് കാണാം. അപ്പൊ ഏതായാലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓടുകുതിര ചാടുകുതിര തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓണം മൂഡ്, പൂക്കളം മൂഡ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. Nido's Study Abroad.